ഇതൊരു 5 ഏക്കറ നല്ല അടിപൊളി തെങ്ങ് തോട്ടത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അത് റോഡാട്ടോ, ഏത് വണ്ടിയും വരും. 2 സൈഡിലും പാടാണ്. നല്ല ചെറു സൈസ് തെങ്ങാണ് കേട്ടോ, നല്ല കായുള്ള തെങ്ങാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് പുഴയാണ്. നല്ല തോട്ടാണ്. കണ്ടോ നാളികേരം കണ്ടോ. ഫ്രണ്ടിലൊക്കെ ചെറു സൈസ് തെങ്ങാണ്. ഉൾഭാഗത്തേക്ക് പോയാൽ നല്ല വലിയത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീഡിയം തെങ്ങാണ്. കണ്ടോ, അത് ആണ് ഇതിലത്തെ തെങ്ങുകൾ. ഫ്രണ്ടിലുള്ള തെങ്ങാട്ടോ. ഇനി ഉൾഭാഗത്തേക്ക് വേറുണ്ട്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ഒരു മീഡിയം തെങ്ങ്. ഇതിലൊക്കെ നല്ല കായുള്ള തെങ്ങാട്ടോ, നല്ല സൂപ്പർ തെങ്ങാണിത്. ഇതിൽ മാവുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു വെള്ളം നനയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ട കവുങ്ങാണ്ട് ഈ സൈഡിൽ. പുളിയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് പുഴയാണ്. ഒരുപാട് ഫ്രണ്ടേജായിട്ട് ബാക്ക് സൈഡിൽ പുഴ ഉണ്ട്. തേക്ക് മരങ്ങൾ ഉണ്ടോ. നല്ല നല്ല തേക്കുകൾ കേട്ടോ. കണ്ടോ, ഇതൊക്കെ തേക്കാണ്. ഈ സൈഡിലൊക്കെ തേക്കാണ്. കണ്ടോ കടച്ചക്ക. നല്ല കായുള്ള തെങ്ങുകളാണ്, അതിൽ സംശയമൊന്നുമില്ല. ഉണ്ടോ, നല്ല തെങ്ങാണ്. ഒന്നുകൂടി നോട്ടണ്ടിച്ചെങ്കിലൊന്ന് അടിപൊളിയായിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ പുഴ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ബാക്ക് സൈഡ് ഫുള്ള് പുഴയാണ്. അതായത് വെള്ളം എപ്പോഴും ഉണ്ടാവും. പുഴ അടി കിടക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് വെള്ളം കയറുന്നില്ലേ, അത് വളരെ ശ്രദ്ധിക്കണം. കാരണം പുഴ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയും വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് പറയും. അതൊന്നല്ല. എല്ലാവിധ വരുമാനമുള്ളൊരു തോട്ടാണത്. 5 ഏക്കറ. കവുങ്ങ്, തെങ്ങ്, ജാതി, കൊക്കോ, അതേപോലെ മരങ്ങളാണിച്ച് തേക്ക് മരങ്ങൾ അത്യാവശ്യമുണ്ട്. പിന്നെ വണ്ടി സൗകര്യമുണ്ട്, കുളമുണ്ട്, കിണറുണ്ട്. താഴ്ഭാഗത്ത് പുഴ ഉണ്ട്. നല്ല വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനുകൾ, അതേപോലെ വെള്ള ടാങ്ക്. പിന്നെ ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നിരന്ന് കിടക്കുന്ന ഭൂമിയാണ്. കുന്നോ മലേ അങ്ങനെയൊന്നുമില്ല. നല്ല മണ്ണ്, പാറല്ല. എല്ലാതിൻ്റെ അടിയിലേക്കും വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പ് കണക്ഷൻ, എല്ലാ സൗകര്യമുണ്ട്. അതുകൊണ്ട് പൈപ്പ് കണക്ഷനുകൾക്ക്
ഒന്നും പറയല്ല, നല്ല തോട്ടം, നല്ല നാളികേരമുണ്ട്. പഴയ ഉപയോഗിച്ചിരുന്ന അവർ ഉണ്ടായിരുന്ന വീടാണിത്. ഇതിലിപ്പോൾ താമസമല്ല, വീടൊക്കെ പൊളിഞ്ഞിരിക്കണ്. ഉപയോഗിക്കുന്നത് നാളികേരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെറുക്കി ഗോഡൗണുമാരി അതിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. പണിക്കാർ വരുമ്പോൾ അവർക്ക് വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. മുമ്പ് താമസം ഉണ്ടായിരുന്നതാണ്. ഇപ്പം അത് നാളികേരം കൂട്ടാനൊക്കെ ഉപയോഗിച്ചിരിക്കണം. കണ്ടോ, അതിലിപ്പോൾ ഫുള്ള് നാളികേരമാണ്. നല്ല വരുമാനമുള്ള തോട്ടം. കണ്ടോ, വെള്ളം ഇതിൽ കുളം മാരിക്കുള്ള സംഭവമാണിത്. ഇതിൽ ജാതി കൊക്കൊക്കെ ഉണ്ട്. ഇതിൽ നിറയെ കാപ്പിത്തോട്ടം ഉണ്ട് കേട്ടോ. അത് കാപ്പിയാണ്. ഞാൻ ആ ഇടിഞ്ഞു പൊളിഞ്ഞ പെരാന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. പൊളിഞ്ഞിക്കണു, പെരയൊക്കെ പൊളിഞ്ഞിക്കണു. ഗോഡൗണായിട്ട് ഉപയോഗിക്കാനും പണിക്കാർക്ക് വിശ്രമിക്കാനൊക്കെ പറ്റുള്ളൂ. ഇതേമാതിരി കാപ്പി ഇതിൻ്റെ പല ഭാഗത്തുണ്ട് കേട്ടോ. മുൻവശത്ത് ഈ കിടക്കുന്ന നിറച്ച് പാടാണ് കേട്ടോ. അത് മറ്റേ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇവിടെ. നാളികേരം കണ്ടങ്ങൾ കോലക്ക് താങ്ങ് കൊടുത്തിരിക്കുകയാണ്. നമ്മളെ ഗേറ്റാണിത്. ഗേറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് പോവാം. റോഡ് വീതിയുള്ള റോഡ് തന്നെയാണ്. ഉണ്ടോ, എല്ലാ വണ്ടിയും വരാൻ പറ്റുന്ന റോഡ് തന്നെയാണ്. കണ്ടോ, ഇതാണ് നമ്മളാ തോട്ടം. ദൂരത്ത് എടുക്കുമ്പോൾ ഇതാണ് ആ തോട്ടം. ഉണ്ടോ, ഇത് ഫ്രണ്ട് ഭാഗം. ബാക്ക് ഫുള്ള് പുഴ.